ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കൊച്ചിനെ കണ്ട് എല്ലാവരും ഞെട്ടിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ സിനുവാണെന്നുണ്ടെങ്കിൽ കൊച്ചിനോട് ചോദിക്കുന്നത് ഇത് എവിടെ നിന്ന് വന്നിടാന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അതെ, നിശ്ചയം നടക്കട്ടെ എന്ന് പറയാണ് കേട്ടോ ജയപാലൻ. അപ്പോൾ ശാരദ ചോദിക്കുകയാണ്, അല്ല ഈ നിശ്ചയം നടത്താൻ വരുത്തേ ഇതാരാ ഇത് ഈ കൊച്ച് എന്ന് പറയും ചോദിക്കട്ടെ. അപ്പോൾ അവരെ കൂട്ടത്തിൽ വന്ന ആൾ ചോദിക്കും, അതെന്താ ചോദ്യ, അത് സിനൂബിൻ്റെ മകനോ എന്ന് ചോദിക്കാണ് കേട്ടോ. ഇങ്ങനെ ഒരു മകനുള്ള കാര്യം ജയപാലായിട്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ശാരദ പറയാൻ കേട്ടോ. അപ്പോൾ അവരൊക്കെ ഞെട്ടാണിട്ടെ. ഈ സിനൂബ് കല്യാണം കഴിച്ചതാണെന്നോ ഒരു കൊച്ചുള്ളതാണെന്നോ ജയപാലൻ അറിയാലോ എന്ന് പറയാൻ കേട്ടോ. അല്ല, അപ്പോൾ ജയപാലൻ പറയും, അല്ല ശാരദേ, അത് പിന്നെ ഞാനത് പറയാൻ വിട്ടുപോയതോ എന്താ ജയപാലാട്ടി പറയുന്നത്, ഇത്ര വലിയ കാര്യമാണോ വിട്ടുപോയെന്ന് പറയുന്നത് എന്ന് ചോദിക്കുകയാണേ. അന്നേരം പറയുന്നുണ്ട്, അതിലെന്താ ശാരദേ, ഒരു കൊച്ചുണ്ടായി എന്നുള്ളത് സത്യം തന്നെയാണ്, അതിനിപ്പോൾ എന്താന്ന് ചോദിക്കാൻ കേട്ടോ. ഈ ചേർത്തലയിലെ ഒരു പകുതി ഭൂരിഭാഗം ഭാഗങ്ങളും ഇവരുടെയാണ്. അവരുടെ ഒരു സ്പൂണിലെടുത്ത് അളന്നാൽ പോലും നിങ്ങൾക്ക് ജീവിക്കാനുള്ളത് കിട്ടും എന്ന് വെച്ചിട്ട് ചോദിക്കാൻ കേട്ടോ ശാരദ. അപ്പോൾ കൂട്ടത്തിലുള്ള വന്നവരിൽ പറയാൻ കേട്ടോ, അതേ എന്തായാലും ഇത്ര അറിഞ്ഞാലേക്ക് ഇനിയും ബാക്കിയുള്ളതും കൂടെ പറയാം. ഇവന് ഭ്രാന്ത് ഇളകി കഴിഞ്ഞിട്ട് ആദ്യ ഭാര്യയെ കല്യാണം കഴിഞ്ഞ് കുറച്ച് ഒരു 1-2 കൊല്ലം കഴിഞ്ഞപ്പോൾ ചവിട്ടിക്കൊന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ ഇനിയിപ്പോൾ അതും കൂടെ അറിഞ്ഞില്ല എന്ന് വേണ്ട എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ ഭ്രാന്ത് ഉണ്ടെന്നുള്ള കാര്യം കൂടിയിട്ട് അവർ പറയാൻ കേട്ടോ. അപ്പോൾ കാവേരിക്ക് ദേഷ്യം വന്നിട്ട് കാവേരി ഒച്ചയും വിളി എടുക്കുന്നുണ്ടേ, ഇത്രയും വലിയ ചതിയാണല്ലേ നിങ്ങൾ ചെയ്തതെന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾ എന്ത് ചതി ചെയ്തെന്ന് ഞങ്ങളൊന്നും ഒളിച്ചു വെച്ചിട്ടുണ്ടായിരുന്നില്ല, എല്ലാ കാര്യങ്ങളും ജയപാലൻ അറിയായിരുന്നു. പക്ഷേ ഈ ജയപാലൻ എന്ന് പറഞ്ഞ ആളുണ്ടല്ലോ, ഈ മനുഷ്യന് ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. ഇങ്ങനെ ഒരു രണ്ടുകെട്ടുകാരൻ്റെ ഒരു ആവശ്യവും കല്യാണത്തിൻ്റെ ആവശ്യം ഇവിടെ ഇല്ല, എല്ലാവരും അറിഞ്ഞു പൊക്കോ എന്ന് പറയാൻ കേട്ടോ കാവേരി. അപ്പോൾ ജയപാലൻ പറയാൻ കേട്ടോ, കാവേരി എന്ന് വിളിക്കാൻ കേട്ടോ. അപ്പോൾ ശാരദ പറയാണ്, അവൾ പറഞ്ഞാൽ എന്താ തെറ്റ്, ഈ സംഭവം എല്ലാവരുടെ മനസ്സിലുള്ളത് തന്നെയാണ്. എൻ്റെ മക്കൾക്ക് ഒരു ഇഷ്ടമില്ലാഞ്ഞിട്ടും ഞാനിത് വിവാഹത്തിന് സമ്മതിച്ചതാണെന്നൊക്കെ പറയുന്നുണ്ട്. അന്നേരം ജയപാലൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവർ ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ശാരദയാണെന്നുണ്ടെങ്കിൽ പറയുന്നുണ്ട്, കാവേരി നീ ഗംഗനെ വിളിച്ച് അകത്തേക്ക് കൊണ്ടുപോകാൻ പറയാൻ കേട്ടോ. അപ്പോൾ ഈ ശാരദ എന്ന് പറഞ്ഞിട്ട് ജയപാലൻ, ഇല്ല എനിക്കിതിന് സമ്മതമല്ല എന്ന് പറഞ്ഞിട്ട് ശാരദ അപ്പുറത്തേക്ക് പോകുകയാണേ. അങ്ങനെ അപ്പുറത്ത് ചെന്നിട്ട് ജയപാലൻ എല്ലാവരോടും പറഞ്ഞിട്ട്, വരട്ടെ നിങ്ങളൊന്നും പോകാൻ വരട്ടെ, ഇതൊക്കെ ഞാൻ പറഞ്ഞ് ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞിട്ട് ജയപാലനും പ്രവീണയും കൂടിയിട്ട് ശാരദയുടെ അടുത്ത് വന്നിട്ട് ഓരോരോ കാര്യങ്ങൾ പറയാൻ കേട്ടോ. ഇത് 2ാമത്തെ വിവാഹ നിശ്ചയം മുടങ്ങലാണ് ഗംഗയെ. ഇനി ഗംഗനെ ആരെങ്കിലും കല്യാണം കഴിക്കുമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. ഒരു കൊച്ചുണ്ടെന്ന് വിചാരിച്ചിട്ട് എന്താ, അതത്ര വലിയ കാര്യമൊന്നുമില്ല, ഈ കൊച്ചുള്ള കാര്യം എനിക്കും അറിയായിരുന്നു എന്ന് പ്രവീണ പറയാണ്. പക്ഷേ ജയപാലേട്ടൻ അത് നിങ്ങളോട് പറഞ്ഞിട്ടില്ല എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയാഞ്ഞിട്ടുള്ളൂ, കൊച്ചുള്ളത് അത്ര വലിയ പ്രശ്നമൊന്നുമല്ല എന്ന് പറയും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ രാഗിണിക്കാണ്, നിങ്ങളുടെ മകൾ രാഗിണിക്കാണ് ഇങ്ങനെ ഒരു ബന്ധം വന്നെന്ന് നിങ്ങൾ സമ്മതിക്കുമെന്ന് ചോദിക്കാൻ കേട്ടോ പ്രവീണനോട്. രാഗിണിനെ പോലെയാണോ ഈ ഗംഗ, രാഗിണിക്ക് അച്ഛനുണ്ട്, അതുപോലെയാണോ ഇവിടെ ഗംഗയുടെ കാര്യം, അച്ഛനും ഇല്ല പണവും ഇല്ല എന്നൊക്കെ പറയാൻ കേട്ടോ. അപ്പോൾ പണം ഇല്ലാത്തതാണല്ലേ പ്രശ്നം എന്ന് ശാരദ ചോദിക്കുകയാണ്. എന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ മോളെ ഇതുപോലുള്ള ഒരാൾക്ക് കൊടുക്കണമെന്നൊക്കെ ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കാവേരി ആണെന്നുണ്ടെങ്കിൽ ആകെ ദേഷ്യപ്പെട്ടിരിക്കുകയാണ്. അവർ പോയിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ അടിച്ചോടിക്കാൻ പോകുമ്പോൾ നീതിയായിട്ടുള്ളൊരു തീരുമാനം ഇനി അവൾ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാനായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കോളാം എന്നൊക്കെ രാധമ്മ പറയുന്നുണ്ട്. പിന്നെ വിനീതും പറഞ്ഞിട്ടുണ്ട്, എന്ത് നല്ല പെൺകുട്ടിയാണ് ഗംഗയ്ക്ക് ഇതിനേക്കാളും നല്ല ആലോചനയൊക്കെ വരും, പക്ഷേ ഇതെന്തൊക്കെ നിൻ്റെ അമ്മാവൻ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാരദ അവസാനം വിഷമത്തോട് കൂടിയിട്ട് വരാനുണ്ട്. എന്തൊക്കെയോ പറഞ്ഞ് ജയപാലൻ മനസ്സൊക്കെ മാറ്റി അരവിന്ദിൻ്റെ ഫോട്ടോത്തിൻ്റെ അടുത്ത് വന്നിട്ട് എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല അരവിന്ദേട്ടാന്നൊക്കെ പറയുമ്പോൾ അരവിന്ദൻ ഇങ്ങനെ ഫോട്ടോത്തിൽ നിന്ന് ഇറങ്ങി വന്നിട്ട് സംസാരിക്കുന്നത് പോലെ ശാരദയ്ക്ക് തോന്നുകയാണേ. ഗംഗയുടെ കാര്യത്തിൽ എനിക്ക് ആദ്യമേ ഒരു തീരുമാനം ഉണ്ടായിരുന്നു, പക്ഷേ എൻ്റെ തീരുമാനങ്ങളൊക്കെ മാറ്റിയത് മറ്റുള്ളവരാണെന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അത് വിനീതിൻ്റെ കാര്യമാണെന്ന് ശാരദയ്ക്ക് മനസ്സിലാവാണേ. പിന്നെ ജയപാലിൻ്റെ കാര്യം അത് ഞാൻ നിങ്ങളോട് തുറന്ന് പറയേണ്ടതായിരുന്നു, പക്ഷേ ഇപ്പോൾ ഇവിടെ വെച്ച് ഞാൻ അത് പറയാതെ തന്നെ നിനക്ക് ഞാൻ അതിനുള്ള തെളിവ് തരാമെന്ന് പറയുകയാണേ. അങ്ങനെ ശാരദയ്ക്ക് കാര്യങ്ങൾ മനസ്സിലാവാണ് കേട്ടോ മനസ്സിൽ. അങ്ങനെ വേഗം തന്നെ വിനീതിൻ്റെ അടുത്ത് വന്നിട്ട് വിനീതിനോട് ചോദിക്കുകയാണ്, മോനെ ഞാനിതുവരെ നിന്നോട് ചെയ്തതൊക്കെ തെറ്റ് തന്നെയാണ്, എങ്കിലും നിന്നോട് ഞാനൊരു കാര്യം ചോദിച്ചാൽ നീ എനിക്കത് നടത്തി തരുമെന്ന് ചോദിക്കുമ്പോൾ അമ്മായി എന്ത് വേണമെങ്കിലും ചോദിച്ചാൽ എൻ്റെ ജീവൻ വരെ വേണമെങ്കിലും ഞാൻ തരാൻ തയ്യാറാണെന്ന് പറയാൻ കേട്ടോ. അതൊക്കെ കേട്ടിട്ട് നിവിന് ദേഷ്യം വരാൻ കേട്ടോ. വേറെ എന്തോ പറയാൻ വേണ്ടിയിട്ട് സാധിക്കാൻ വേണ്ടിയിട്ട് വന്നതാണെന്നാണ് വിചാരിക്കുന്നത് നിവി. അപ്പോൾ ശാരദ പറയാണ്, അതെ നിനക്ക് ഗംഗനെ ഇഷ്ടമാണെന്ന് എനിക്കറിയായിരുന്നു, പക്ഷേ ഗംഗയ്ക്ക് പുറത്ത് പോകണം, പുറത്ത് ജീവിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു ആഗ്രഹം. അതുകൊണ്ടാണ് അരവിന്ദേട്ടൻ അങ്ങനെ ഒരു തീരുമാനം എടുത്തത്. ഇനി എന്തായാലും എൻ്റെ മോളെ ജീവിതം നശിപ്പിക്കാൻ തയ്യാറല്ല. 2 പ്രാവശ്യം നിശ്ചയം മുടങ്ങിയ മോളല്ലേ എൻ്റെത്, എൻ്റെ മോളെ നീ കല്യാണം കഴിക്കുമോ എന്നൊക്കെ ചോദിക്കുകയാണേ.
ഇത് കേൾക്കുമ്പോൾ നിവിനും വിനീതിനും ഭയങ്കര സന്തോഷമാവും കേട്ടോ. അപ്പം വിനീത് പറയുന്നുണ്ട്, അമ്മായി അമ്മായി എന്തിനാ ഇങ്ങനെ എന്നോട് ചോദിക്കുന്നത്, ഞാൻ ഗംഗയെ കല്യാണം കഴിച്ചോളാം, ഞാൻ പൊന്നു പോലെ നോക്കിക്കോളാം അമ്മായി, ഒരു കാലത്തൊരു ദോഷം വരില്ല, എൻ്റെ ചങ്കിൽ ജീവനുള്ളിടത്തോളം കാലം ഞാൻ അവളെ നന്നായി നോക്കിക്കോളാം എന്നൊക്കെ പറയേ. അത് കഴിഞ്ഞ ശേഷം ശാരദ അകത്തേക്ക് വരാൻ കേട്ടോ. അപ്പോൾ ജയപാലനാണെങ്കിൽ ധൃതി പിടിച്ചിരിക്കണം. ശാരദ വന്നോ, ഇനി നിശ്ചയം നടത്താലേ. പക്ഷെ ശാരദ മിണ്ടുന്നില്ല കേട്ടോ, ഒന്നും ഇടാതെക്കണം. ശാരദ എന്താ ഒന്നും പറയാത്തത് എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പോൾ കൂടെ ഉള്ളവരൊക്കെ പറയണം, എന്താ ഒരു തീരുമാനം പറയാത്തതെന്ന് പറയുമ്പോൾ ശാരദ പറയും, എനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ല, അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഇവിടുന്ന് പൊക്കോളാൻ എന്നുള്ള രീതിയിൽ സംസാരിക്കാൻ കേട്ടോ. അപ്പോൾ ജയപാലൻ പറയാണ്, ശാരദേ നീ എന്തൊക്കെയാണ് പറയുന്നത് എന്ന് ചോദിക്കാൻ കേട്ടോ. ഇല്ല, എനിക്കിപ്പോൾ ഇതിന് സമ്മതമല്ല എന്ന് പറയും കേട്ടോ. സത്യങ്ങൾ ഇത്ര അറിഞ്ഞ നിലയ്ക്ക് വയസ്സും കൂടെ പറയാനായിട്ട് അവിടെ നിന്ന് ഒരാൾ പറയണം. അപ്പോൾ 40 വയസ്സായി എന്ന് പറയുമ്പോഴത്തേനും അതും ഒരു ഞെട്ടലാവാണ് കേട്ടോ. അന്നേരം ജയപാലൻ പറയാണ്, 2 തവണ വിവാഹം മുടങ്ങിയ ഇവളിനി ആര് കല്യാണം കഴിക്കാനാണെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മരുമകൻ വിനീത് എൻ്റെ ഗംഗയെ കല്യാണം കഴിച്ചോളൂ എന്ന് പറയാൻ കേട്ടോ. അങ്ങനെ വിനീതിനെ പോയിട്ട് പിടിച്ചുകൊണ്ട് വരികയാണ് കേട്ടോ ശാരദ. എന്നിട്ട് പറയും, ചില ആൾക്കാർ ഇവനെ കളിയാക്കി പൊട്ടനും മണ്ടനും എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഒരു പൊട്ടനും മണ്ടനും അല്ല, ജീവിക്കാൻ അറിയുന്നവനാണ് ഇവൻ. എൻ്റെ ഗംഗയെ ഇവന് ഇഷ്ടമാണ്, ഇവൻ തന്നെ കല്യാണം കഴിച്ചോളും എൻ്റെ ഗംഗയെ, പൊന്നു പോലെ നോക്കിക്കോളും, ജീവിക്കാൻ നന്നായിട്ട് അറിയാം, അധ്വാനിച്ച് ജീവിക്കുന്നവനാണ് ഇവൻ, ഒരുപാട് പണം ഇല്ലെങ്കിലും എൻ്റെ മോളെ നന്നായിട്ട് നോക്കുന്നു, എനിക്ക് നല്ല ഉറപ്പുണ്ടെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവിടെ നിന്നിരുന്നവരൊക്കെ ഞങ്ങളെ അപമാനിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ വിളിച്ചു വരുത്തിയെന്നൊക്കെ ചോദിക്കുകയാണേ. അന്നേരം കാവേരി പറഞ്ഞു, നിങ്ങൾ അപമാനിക്കാൻ വിളിച്ചു വരുത്തിയതേ ഞങ്ങളല്ല, അതേ നിൽക്കുന്ന 6 അടി പൊക്കത്തിലൊരു മനുഷ്യൻ, അയാളോട് ചോദിക്കി എന്ന് ചോദിക്കുകയാണ് കേട്ടോ. അങ്ങനെ സിനൂപ് വന്നിട്ട് പറയും, ജയപാലേട്ടാ എൻ്റെ ജീവിതം വെച്ചാണ് നിങ്ങൾ കളിച്ചത് എന്ന് പറയാൻ കേട്ടോ ദേഷ്യത്തോട് കൂടിയിട്ട്. അപ്പോൾ പ്രവീണ പറയും, ഇപ്പം തൃപ്തിയായാലോ, നിങ്ങളോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതല്ലേ ഇവർ കുടുംബകാര്യങ്ങളിൽ ഇടപെടരുതെന്ന്, സ്വന്തം കുടുംബത്തിൻ്റെ കാര്യം നോക്കാണ്ട് വെല്ലോൻ്റെ കുടുംബത്തിൻ്റെ കാര്യം നോക്കി നടന്നാലേ ഇങ്ങനെയൊക്കെ സംഭവിക്കും എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രവീണ ജയപാലിനെ കുറ്റപ്പെടുത്താണ് കേട്ടോ. അങ്ങനെ അവർ ചെക്കനും കൊച്ചൊക്കെ പോകുന്ന സമയത്ത് കൊച്ചിനെ ചെക്കൻ എടുത്തിട്ടുണ്ടാവും. അപ്പോൾ കയ്യിൽ ഇങ്ങനെ കൈകൊണ്ട് ആ ഫോട്ടോ തട്ടിയിടുകയാണ് കേട്ടോ അരവിന്ദൻ്റെ. ആ ഫോട്ടോ താഴ്ത്തി വിടുമ്പോൾ ജയപാലൻ അതൊരു താപ്പായിട്ട് എടുത്തത് ജയപാലൻ കണ്ടോ, അരവിന്ദൻ്റെ ആത്മാവ് പോലും പൊറുക്കുന്നില്ല ഈ ചെക്കൻ ഇറങ്ങി പോകുന്നത്, ഇതാ കണ്ടില്ലേ വീണത്, എന്നാ ഇതൊരിക്കലും മായാത്തൊരു ഓർമ്മയായിട്ട് ശാരദ തന്നെ പിടിച്ചോന്ന് പറഞ്ഞിട്ട് ആ ഫോട്ടോ അങ്ങനെ നീട്ടി കൊടുക്കുമ്പോഴാണ് ആ ഫോട്ടോത്തിൻ്റെ ബാക്കിൽ എഴുതിയിരിക്കുന്നത് ശാരദ കാണുന്നത്. സ്നേഹം നടിച്ച് കൂട്ടുകാരനെ ചതിച്ചവെന്ന് അതുപോലെ എഴുതി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ശാരദയ്ക്ക് കാര്യങ്ങൾ ഏറെക്കുറെ മനസ്സിൽ പറയുന്നുണ്ട്, പറയാതെ തന്നെ ഒരു തെളിവ് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അരവിന്ദൻ, അത് ഇതാണെന്ന് മനസ്സിലാവാണ് കേട്ടോ. മാത്രമല്ല അരവിന്ദൻ മരിച്ച അന്ന് രാത്രി ഇതിൽ എഴുതുന്നത് ശാരദ കണ്ടിട്ടുണ്ടായിരുന്നു, അത് എന്താണെന്ന് മാത്രം നോക്കിയില്ല. എന്നിട്ട് പറയും, ഈ ഫോട്ടോ ജയപാലേട്ടൻ കൊണ്ടുപോക്കോളം പറയാം കേട്ടോ. ഈ ഫോട്ടോ ഞാനെന്തിനാ ഈ ഫോട്ടോ കൊണ്ടുവന്ന് ഫ്രെയിം ചെയ്ത് വെച്ചോന്ന് ചോദിക്കണം. ഫ്രെയിം ചെയ്തു, ഇത് ഫ്രെയിം ചെയ്തതാണല്ലോ, ഇപ്പറല്ല അതെ അതിൻ്റെ മറുവശം എന്ന് പറഞ്ഞിട്ട് ശാരദ മറുവശം നോക്കാൻ പറയുകയാണേ. ശാരദയുടെ കയ്യിലിരിക്കുമ്പോൾ തന്നെ എല്ലാവരും ഒരു എഴുത്ത് കണ്ടിട്ടുണ്ടാവും കേട്ടോ. ഇതെപ്പോഴും അമ്മായി എഴുതിയെന്ന് വിനീതും ചോദിക്കുന്നുണ്ട്. മരിച്ചന്ന് രാത്രി എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ അരവിന്ദൻ്റെ ആ ഒരു എഴുത്ത് കണ്ടിട്ട് ജയപാലൻ തന്നെ ഞെട്ടിപ്പോവുകയാണ് കേട്ടോ. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, ഇത് എഴുതിയ അന്ന് രാത്രിയാണ് എൻ്റെ അച്ഛൻ ഹൃദയം പൊട്ടി മരിച്ചത്, സ്വന്തം കൂട്ടുകാരെ ചതിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോഴും എൻ്റെ അച്ഛൻ്റെ നേർന്ന് വാങ്ങിയതും തട്ടിപ്പറിച്ചതും ഒന്നും അച്ഛൻ ചോദിച്ചിട്ടുണ്ടാവില്ല, പക്ഷേ അച്ഛൻ്റെ ജീവനാണ് ഇങ്ങനെ എടുത്തതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ അവരൊക്കെ ചോദിക്കുന്നത് എന്താ എന്ന് ചോദിക്കണ്ട. അപ്പോൾ ശാരദ പറയാണ്ടോ, ഇപ്പോഴാണ് എനിക്ക് ജയപാലേട്ടൻ്റെ തനി സ്വരൂപം മനസ്സിലായത്, നോക്കിയേ ഞാൻ പറയുന്നത്, ഇനി നിങ്ങളുടെ കാര്യത്തിന് എന്തിനു ഞാൻ വരും എന്ന് പറയട്ടോ, ജയപാലേട്ടൻ മിണ്ടിപ്പോകരുത് എന്ന് പറയട്ടോ. അപ്പോൾ കാവേരി ഇങ്ങനെ ഒച്ചമ്പിളിയൊക്കെ എടുക്കുമ്പോൾ ഇവൾക്ക് എന്നോട് പകയും വൈരാഗ്യവും ദേഷ്യമൊക്കെയാണ്, കാരണം എൻ്റെ പെങ്ങളെ റിസോർട്ടിൽ ഞാൻ ഇവൾക്ക് ജോലി മേടിച്ചു കൊടുത്ത്, എന്നിട്ട് ഇവൾ അവിടെ കള്ളത്തരം എന്ന് പറയുമ്പോഴേക്കും ശാരദ മതി ജയപാലേട്ടാന്ന് പറഞ്ഞിട്ട് ഉറക്കനെ ദേഷ്യപ്പെടാണ് കേട്ടോ. കഴിഞ്ഞതൊന്നും എടുത്തിട്ട് അലക്കാൻ നിൽക്കണ്ട, എൻ്റെ ആങ്ങളുടെ സ്ഥാനത്താണ് നിങ്ങളെ ഞാൻ കണ്ടത്, ആ വിഗ്രഹം താഴെ വീണ് ഉടഞ്ഞെടുക്കാണ്, അത് ചവിട്ടിക്കൂട്ടി പെറുക്കി എടുത്ത് ദൂരെ കളയാനായിട്ട് എന്നെ നിർബന്ധിക്കരുതെന്ന് പറയാണ് കേട്ടോ ശാരദ. ഇറങ്ങിപ്പോകാനാണ് ഉദ്ദേശിച്ചതെന്ന് ജയപാലൻ മനസ്സിലാവാണേ. ഇതേ സമയം ജയപാലിനെ വിളിച്ച് മാറ്റി നിർത്തിയിട്ട് വിനീത് പറയുന്നുണ്ട്, ഗംഗനെ കാണാനായിട്ട് ഈ വീടിൻ്റെ പടി കയറി പോകരുത്, നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ അതൊക്കെ ഞാൻ ക്ഷമിക്കും, പക്ഷേ എൻ്റെ അമ്മാവനെ ചതിച്ച് ഞാൻ ക്ഷമിക്കൂല, ഇറങ്ങി പോടാ പന്നെ എന്ന് പറഞ്ഞിട്ട് ഇറക്കി വിടാണ് കേട്ടോ ജയപാലൻ. ഇത്രയാണ് എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത്. 1 മണിക്കൂറിൻ്റെ എപ്പിസോഡാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ.